നികേഷ് PS-ന്റെ സംവിധാനത്തിൽ ഈ ഒരു വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് പൊളിറ്റിക്കൽ ആക്ഷൻ സിനിമയായിരുന്നു റബേൽ എന്നുള്ളത്. GV പ്രകാശാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ റിലീസിംഗ് ടൈമിലൊക്കെ ഇങ്ങനെ ഓരോ ടോക്കൊക്കെ വരാൻ തുടങ്ങി. മലയാളികളെ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു തമിഴ് സിനിമയാണ് റബേൽ എന്നുള്ള രീതിയിൽ. നമ്മുടെ ഇവിടെ തിയേറ്റർ റിലീസ് ഒന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, എന്താണെന്ന് സംഭവം എന്ന് അറിയണമല്ലോ. എന്തായാലും ഇപ്പോൾ OTT വന്നപ്പോഴാണ് കാണാൻ സാധിച്ചത്. പിന്നെ ആ ഒരു ടൈമിൽ റിവ്യൂസൊക്കെ തന്നെ ഓവറോൾ ഒരു നെഗറ്റീവായിരുന്നു, അല്ലെങ്കിൽ സിനിമ അട്ടർ ഫ്ലോപ്പാണ്, അല്ലെങ്കിൽ തീർത്തും കൊള്ളില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സിനിമ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു മനസ്സോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഒരു മോശം ചിത്രം തന്നെയാണ് കാണാൻ പോകുന്നത് എന്നുള്ള ഒരു അറിവോടുകൂടി തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ആമസോൺ പ്രൈമിലൂടെ കാണാൻ തുടങ്ങിയതും. ഇനി കാര്യത്തിലേക്ക് വരാം. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. അത് 80കളുടെ പശ്ചാത്തലത്തിൽ മൂന്നാറിൽ ഈ തോട്ടം തൊഴിലാളികളായിട്ടുള്ള കുറച്ച് മാതാപിതാക്കളുടെ മക്കൾ ഈ പാലക്കാട്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പാലക്കാടിലെ ഒരു കോളേജിലേക്ക് വിദ്യാഭ്യാസം നേടാനായിട്ട് എത്തുകയാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലി കണ്ടെത്തുക, തങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു ദാരിദ്ര്യമൊക്കെ തങ്ങളുടെ പഠനത്തിലൂടെ ജോലിയിലൂടെയൊക്കെ തന്നെ അത് നികത്തി കൊടുക്കുക എന്നൊക്കെ ഉദ്ദേശത്തിലാണ് അവർ ഈ ഒരു പാലക്കാട് കോളേജിലേക്ക് എത്തിയത്. പക്ഷേ അവിടെ വന്നപ്പോഴത്തേക്കും സംഭവം വേറെ രീതിയിലായി. അല്ലെങ്കിൽ ഇവർ ഒരു തമിഴ്ക്കാരാണ്, അല്ലെങ്കിൽ തമിഴ് സ്റ്റുഡൻസ് ആണ്, അതും താഴ്ന്ന ജാതിയിലുള്ളതാണ് എന്നുള്ള രീതിയിൽ അവിടുത്തെ കേരളീയ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളായിട്ടുള്ള സ്റ്റുഡൻസൊക്കെ അങ്ങനെ ഒരു രീതിയിൽ ഇവർ അകറ്റാനൊക്കെ തുടങ്ങി. അതിന് കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകരെ കാണിച്ചു തരുന്നതാണ് റബേൽ എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഇമോഷണലി പാക്ഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം വള്ളയും പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മളൊരു മലയാളി എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അന്നത്തെ ആ ഒരു മലയാളികൾ എന്താണ് കാണിച്ചു കൂട്ടുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഖേദം തോന്നും, മലയാളി ആയതിൽ നമ്മളൊരു ഖേദം പ്രകടിപ്പിച്ചു പോകും. അത്തരത്തിലുള്ള ഒരു കഥാലീനൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിലുള്ളത്. അതായത് ഒരു ആക്ഷൻ പശ്ചാത്തലം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇമോഷൻ പരിസരമൊക്കെയുള്ള ഒരു കഥാലൈൻ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. കൂടുതൽ പെർഫോമൻസ് വൈസിലും എല്ലാവരും കിടിലൻ പ്രകടനമാണ് സിനിമയ്ക്കുള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ GV പ്രകാശ് ആകട്ടെ, അതുപോലെ മമിത ബൈജു ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഓവറോൾ വന്നിരിക്കുന്ന എല്ലാവരും മികച്ച പ്രകടനമാണ് കൊടുക്കുന്നത്. അതിലും വെങ്കടേഷ് VP എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്. അത് KSUവിൻ്റെ അതിൻ്റെ ലീഡിങ് ഒരു ആളായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓവറോൾ വന്നിരിക്കുന്ന അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സിനിമയായിട്ട് കണക്ട് ആകുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും സിനിമാറ്റോഗ്രഫി കാഴ്ച അരുൺ രാധാകൃഷ്ണനെയാണ് അത്യാവശ്യം നൈസായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ GV പ്രകാശിനെയാണ് മ്യൂസിക് വർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിന്നിട്ടുള്ളത്. എന്നാൽ എക്സ്പെക്ട് ചെയ്ത് അത്രത്തോളം വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ BGMസും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ആക്ഷൻ ടൈമിലൊക്കെ കൊടുക്കുന്നത് ഗംഭീരമായിരുന്നു. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി പറയേണ്ടത് എനിക്ക് ഒരു സിനിമയിൽ ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ചിത്രത്തിനുള്ളിൽ 2 ആക്ഷൻസ് കൊണ്ടുവെക്കുന്നുണ്ട്. ഒന്ന് ഇൻ്റർവെൽ ബ്ലോക്കിലും അതുപോലെ തന്നെ ക്ലൈമാക്സിലും. രണ്ടും തീപ്പൊരി സാധനങ്ങളായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ആ ഒരു ടൈമിൽ എഡിറ്റിംഗ് ആകട്ടെ, ആ ഒരു BGM സെറ്റ് ചെയ്യുന്നതാകട്ടെ, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ആകട്ടെ, അതൊക്കെ തന്നെ ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയുടെ തുടക്കം തൊട്ട് നമുക്കൊരു കണക്റ്റ് ആകുന്നില്ല സിനിമയായിട്ട്. എന്നാൽ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്കിൽ ഈ ആക്ഷൻ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു ആവേശം വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ആക്ഷൻസ് അതുപോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ശേഷം നമ്മളിങ്ങനെ ആ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ പതിയെ അത് ചോർന്നു പോകുന്നു എന്നുള്ളതും വസ്തുതയാണ്. എങ്കിൽ കൂടിയും ആക്ഷൻസ് കൊള്ളായിരുന്നു. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഈ സിനിമ ഞാൻ പ്രതീക്ഷ അത്രയും മോശമാണെന്നൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തീർത്തും ഒരു അട്ടർ ഫ്ലോപ്പ് മൂവി എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് കാണാൻ കയറിയത്. പക്ഷേ എനിക്ക് അത്രത്തോളം തോന്നിയില്ല. പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ മലയാളികളെ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്, പക്ഷേ സിനിമയ്ക്കുള്ളിൽ കുറച്ച് ഫിക്ഷനൊക്കെ അധികമായിട്ട് കലർത്തിയോ എന്നുള്ളൊരു ഡൗട്ട്, അല്ലെങ്കിൽ ഒരു ട്രൂ സ്റ്റോറി ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു റിയാലിറ്റി ആയിട്ട് കുറച്ചൊക്കെ ചിന്തിച്ചെടുക്കാൻ പറ്റുമല്ലോ. പക്ഷേ അതിനൊക്കെ മേലെ പോയ പോലെയൊക്കെ നമുക്ക് ഇതിൽ തോന്നുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഒരു സിനിമയാണ്, അതിൽ കുറച്ച് ഫിക്ഷനൊക്കെ കലർത്തും. എന്തായാലും അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും കുറച്ച് ഫിക്ഷനൊക്കെ കലർത്തി വരെ തോന്നുന്നുണ്ട്. ഈ എഴുത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. അത് എഴുത്തിൽ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇതിൻ്റെ റൈറ്റർക്ക് സാധിക്കാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പലയിടങ്ങളിലും നല്ല രീതിയിൽ ഇമ്പാക്റ്റ്ഫുള്ളായി കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അത്രത്തോളം ഇൻറ്റൻസീവായിട്ട് എഴുത്തിൽ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കൂടാതെ ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒന്നുമില്ലാത്തടത്ത് കൊണ്ടൊന്ന് നിർത്തിയ പോലെ, അല്ലെങ്കിൽ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എൻഡ് ചെയ്ത പോലെയൊക്കെ ഒരു ഫീലും നൽകി. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും എനിക്ക് തീർച്ചയായിട്ടും എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ്. അത് വലിയ മാരക എക്സ്പീരിയൻസ് നൽകിയില്ല, ഒരു ആവറേജ്. ഈ എക്സ്പീരിയൻസ് കിട്ടിയതിനുള്ള കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ കണ്ടതുകൊണ്ടായിരിക്കാം. കുഴപ്പമില്ല, ഒരു ആശയം കാണാം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിലും നിങ്ങൾ ആ ഒരു മൈൻഡിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിലെ ഇമോഷൻസൊക്കെ കുറച്ചൊക്കെ നമുക്ക് വർക്കൗട്ട് ആവും. ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാം. യാതൊരു വിധത്തിലുള്ള
അഡൽട്ട് കണ്ടൻറ്റോ സെക്ഷൽ കണ്ടൻറ്റോ ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. എന്തായാലും ഈ ഒരു ചിത്രത്തിന് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10/6/5. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. എന്തായാലും ഏതെങ്കിലും തമിഴ് സുഹൃത്തുക്കളൊക്കെ ഈ ഒരു റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ, മലയാളികൾ അത്ര മോശമൊന്നുമല്ല, നമുക്കുണ്ട് കുറേ സുഹൃത്തുക്കൾ, തമിഴ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എല്ലാവരുമായിട്ട് നല്ല കമ്പനിയൊക്കെയാണ്. അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ മലയാളി അങ്ങനെ നമുക്ക് വേർതിരിവൊന്നുമില്ല. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം.